കുട്ടമ്പുഴ മാമലക്കണ്ടം ഇളംപ്ലാശ്ശേരിയിൽ ആദിവാസി യുവതി മായ കൊല്ലപ്പെട്ടു. ഒപ്പം താമസിച്ചിരുന്ന മലയാറ്റൂർ സ്വദേശി ജിജോയെ കുട്ടമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനിടെ മായയെ ജിജോ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. മായയുടെ തലയിലും മുഖത്തും മാരകമായ പരിക്കുകളുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മായയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ജിജോ വിളിച്ചു വരുത്തിയ ഓട്ടോ ഡ്രൈവർക്കുണ്ടായ സംശയമാണ് കൊലപാതകം സംബന്ധിച്ച വിവരം പുറം ലോകമറിയാൻ കാരണം. മാമലക്കണ്ടം എളംപ്ലാശ്ശേരിയിലെ വീട്ടിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് കൊലപാതകം നടന്നത്. പിണവൂർക്കുടി സ്വദേശിനിയായ മായ 37 കൊല്ലപ്പെട്ടത്. വീടിനുള്ളിലെ മുറിയിൽ തറയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. തലയിലും മുഖത്തും കടുത്ത മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. മായയുടെ ഒപ്പം താമസിക്കുന്ന മലയാറ്റൂർ മുട്ടനാമുടി ജിജോ ജോണിനെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി മായയും ജിജോയും മദ്യപിച്ച ശേഷം വഴക്കിട്ടതായാണ് അയൽവാസികളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. പിന്നീടാണ് മായയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് വിവരം നാട്ടുകാർ അറിയുന്നത്. മായയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് ജിജോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തിയിരുന്നു. മായയുടെ കിടപ്പ് കണ്ട് സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർ വിവരം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ ബിജുവിനെ അറിയിക്കുകയായിരുന്നു. ശ്രീജയാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഈ സമയത്ത് മൃതദേഹത്തിന് അരികിൽ തന്നെ ജിജോയും ഉണ്ടായിരുന്നു. കൊലപാതകം ഉറപ്പിച്ചതോടെ ജിജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. അത് എൻട്രി കാര്യങ്ങളൊക്കെ കിട്ടും. വന്നില്ല വരും. ആ ശരി ശരി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വൈകുന്നേരത്തോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ടത് ആദിവാസി യുവതിയായതിനാൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഡിവൈഎസ്പിയാണ്. മായയും ജിജോയും കഴിഞ്ഞ വർഷമാണ് എളംപ്ലാശ്ശേരിയിൽ താമസമാക്കിയത്. GTV ന്യൂസ്, മാമലക്കണ്ടം.